Good morning. Good morning. Good morning. Hello. Hey. കുഞ്ഞ് എക്സൈറ്റഡ് ആണോ പോവാനായിട്ട്? കുഞ്ഞി تم طلبها مسبقا ثم يليهم الشرية جلبت هذه الطائرة للتعرف. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അങ്ങനെ കാത്തു നിന്ന് ആ ഒരു ദിവസം അങ്ങ് എത്തി. ഞങ്ങൾ നാട്ടിൽ പോകുന്നു. മെയിനായിട്ട് നമ്മുടെ പുത്രനാണ്. മെയിനായിട്ട് അടുത്ത് പറയാനായിട്ടുള്ളത് ഇതിൽ നമ്മുടെ കുഞ്ഞിയുടെ ആദ്യത്തെ നാട് കാണലാണ്. ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ പോണത്. അല്ലടാ കുഞ്ഞ്? പിന്നെ നാട്ടിൽ പോയിട്ട് വേണം ഇവൻ്റെ മാമുദീസയും ബർത്ത്ഡേയും എല്ലാം അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട്. ഇനി അങ്ങോട്ടുള്ള യാത്ര ഫുള്ളി എന്താ പറയുക, എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. 1 മാസം ഫുൾ അങ്ങോട്ട് എൻജോയ് ചെയ്യുക. എല്ലാം അങ്ങോട്ട് എന്താ പറയുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നാട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ പറയട്ടെ ഞാനൊന്ന്. ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത് ഒരു വിറ്റുണ്ടായി. അതായത് നമുക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് എന്നിട്ട് വേണ്ട പാസ്പോർട്ടല്ലേ. ആ പാസ്പോർട്ട് തന്നെ നമ്മൾ മറന്നുപോയി. ഞാനും മറന്നുപോയി, ചേട്ടനും മറന്നുപോയി. അങ്ങനെ വൈകുന്നേരം നമ്മളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ഓർമ്മ വന്നു, എയർപോർട്ടിൽ പോകണമല്ലോ, ഇന്ന സംഭവങ്ങളിൽ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പാസ്പോർട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ആണ് ഓർക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം തദൈവമായി പോയി ഞാൻ. അപ്പം ആ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ പുറത്തുനിന്ന് കേട്ടോ മേടിക്കണേ. കുഞ്ഞിക്കുള്ളത് ഇവിടെ ഞാൻ ഉണ്ടാക്കണം. കുഞ്ഞിൻ്റെ ഫുഡ് ഞാൻ തന്നെ റെഡിയാക്കണം. പിന്നെ പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇന്നലെ തൊട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ പുറത്തുനിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. കാരണം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യത്തിന് മാത്രമാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞു. അപ്പം പിന്നെ പുറത്തുനിന്നായിരുന്നു എല്ലാവരും. ഇനി ചേട്ടൻ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കുറച്ച് സാധനം കൂടി പാക്ക് ചെയ്യാനുണ്ട്. എല്ലാവരും കഴിഞ്ഞു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു, പാക്ക് ചെയ്തു. ഇനി കുറച്ചും കൂടി എടുത്തു വയ്ക്കാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ പോകുന്നു എയർപോർട്ടിലേക്ക്. അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ നമ്മൾ പറയുന്നതാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. എത്രത്തോളം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും പറ്റുന്ന അത്രയും ഞാൻ എടുക്കാൻ ശ്രമിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിനി അങ്ങോട്ട് ലോങ് വീഡിയോസ് ഇടാനാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത്. അപ്പോൾ നടക്കട്ടെ അല്ലേ? വയലുണ്ട്. ഫൈനലി എല്ലാം പാക്ക് ചെയ്തു. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ടാക്സി വന്നു. ഇനി എയർപോർട്ട് യാത്രയാണ്. പോകുന്നു കുഞ്ഞ. ഈ കാണുന്നതാട്ടോ നമ്മുടെ കോയിൻ ബിൽഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇത് ഫുള്ളി റൗണ്ടായിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പേര് കോയിൻ ബിൽഡിംഗ് ആണ്. ഞാനൊക്കെ ആദ്യം വന്നപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു സ്ഥലം തന്നെയാണ് കോയിൻ ബിൽഡിങ്.
അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി. ഈ അബുദാബിയിലത്തെ പുതിയ എയർപോർട്ടാട്ടോ. ഞാനും ജോക്കുട്ടനും നമ്മുടെ കുഞ്ഞിയൊക്കെ ആദ്യമായിട്ടാണ് ഇതിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. കാരണം ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ പഴയ എയർപോർട്ടല്ലായിരുന്നോ, അപ്പോൾ അതൊക്കെ ഇത്തിരി ചെറുതായിരുന്നു ഇതിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ നല്ല വലിയ എയർപോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് വലിയ ചൊറയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ ഒരു തിരക്കുമില്ല. നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുക, പിന്നെ ടപ്പേന്ന് കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ വലിയ ട്രീയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെയാണ് അത്. പിന്നെ നമ്മൾ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് പൈസ തിരക്കില്ലേ? ഞങ്ങളങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. ഫുഡിന് കാര്യങ്ങളൊക്കെ അറിയാലോ, എയർപോർട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വിശപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ എയർപോർട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്ന് കരുതി അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നുമല്ല, പക്ഷേ നല്ല രസമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. പിന്നെ അതുമല്ല, നമ്മുടെ കുഞ്ഞി ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി കുഞ്ഞി കരയോ ഫുൾ ടൈം എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഭാഗ്യത്തിന് അധികം എന്താ പറയുക, ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നീളി. നമുക്ക് നോർമലി ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെവി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ചെവി വേദന ഫുൾ ടൈം കരച്ചിലൊന്നും. പക്ഷെ ഞാനിങ്ങനെ ബുദ്ധിപൂർവ്വം കിടത്തി ഉറക്കി. പിന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നൊക്കെയാണ് കുഞ്ഞി എണീറ്റത്. കാരണം എനിക്കറിയാം, എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉറക്കി തന്നെ കിടത്തി. പക്ഷെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ആയിരുന്നു. അവർക്ക് 2 പെൺപിള്ളേരായിരുന്നു, ഞങ്ങൾക്ക് 2 ആൺകുട്ടികൾ. പക്ഷെ അവർക്ക് ഇതേപോലെ തന്നെ കുഞ്ഞിയുടെ അത്രയ്ക്കാണ് 2 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെയുള്ളൊരു കണക്ഷനായിരുന്നു.
കാര്യം ഓർക്കുമ്പോൾ ഇത്തിരി വിഷമം തോന്നി. കാരണം നമുക്കറിയാലോ ഒരു കുഞ്ഞി നമുക്കറിയാലോ. അങ്ങനെ നമ്മുടെ കുഞ്ഞി അധികം ബുദ്ധിമുട്ടിച്ചില്ല ഞങ്ങളെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജോക്കൂട്ടിന് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ബഹളമായിരുന്നു. വിൻഡോ സീറ്റ് ഞാൻ അവന് കൊടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു. കാരണം എനിക്ക് കുഞ്ഞിക്ക് പാല് കൊടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം ജോക്കൂട്ടിനുണ്ടായിരുന്നു. കുഞ്ഞി എന്തായാലും കുറച്ച് നേരം കയറിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫ്ലൈറ്റ് യാത്രയല്ല, ആദ്യത്തെ യാത്രയാണ് കുഞ്ഞിയുടെ. കുറച്ച് നേരമൊക്കെ കളിച്ചു, കുറച്ച് നേരം കരഞ്ഞു, പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ജോക്കൂട്ടിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ജോക്കൂട്ടിനെ ഞാൻ 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അബുദാബിക്ക് പോണത്, ജോക്കൂട്ടിനെ കൊണ്ടുപോകണത് തന്നെ. അപ്പോൾ ജോക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫാമിലിയുടെ പോലെ തന്നെയായിരുന്നു അന്ന് ജോക്കൂട്ടൻ. ഞാൻ ജോക്കൂട്ടിനെ കൊണ്ടുപോയപ്പോൾ അന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ പിന്നെ ജോക്കൂട്ടിനെ കൊണ്ടുപോയപ്പോൾ ഫുൾ ടൈം കരച്ചിലായിരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ കരച്ചിൽ നിർത്താണ്ടാവുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അറിയാമല്ലോ. ഇപ്പോൾ എസ്പെഷ്യലി അമ്മമാർക്ക് നല്ലോണം അറിയും ഇതൊക്കെ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ജോക്കൂട്ടിനെ കൊണ്ടുപോയപ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കൂടെ ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ചേട്ടനും കൂടി നോക്കി ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു. അതുതന്നെ എനിക്കൊരു ഭയങ്കര ഒരു റിലീഫായിരുന്നു. പിന്നെ പിന്നെ ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ. പിന്നെ ഫൈനലി ഞങ്ങൾ ലാൻഡ് ചെയ്യാറായി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ജോക്കൂട്ടൻ ഏത് നേരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴെത്തണേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലാൻഡ് ചെയ്തു. ആ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ കാണുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. കുഞ്ഞിയൊക്കെ ആ നേരം കൊണ്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എണീപ്പിച്ചതാണ്. ഇത്ര നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറങ്ങൂല. അപ്പോൾ അവനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ നേരം കൊണ്ട്. അങ്ങനെ നമ്മുടെ കൊച്ചി എത്തിയതിന് ശേഷം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളെടുത്ത് പുറത്തേക്ക് വന്നു. പുറത്ത് വന്നപ്പോൾ ജോക്കൂട്ടിൻ്റെ ഒരു ചോദ്യമാണ്, ഇതാണോ ഏറ്റവും ഇവിടുത്തെ ഹോട്ടസ്റ്റ് ക്ലൈമറ്റ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ജോക്കൂട്ടിന് ഇവിടെ വന്നപ്പോൾ കുറച്ച് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് നാൾ അവിടെ അബുദാബിയിൽ നിന്നപ്പോൾ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്താറായി. വീട്ടിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കപ്പേളയുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എത്തിക്കഴിഞ്ഞാലും, അതായത് നമ്മൾ തിരിച്ച് പോണ സമയമായാലും കപ്പേളയിൽ കയറിയിട്ട് നേർച്ചയിട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ കയറാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചേട്ടൻ കപ്പേളയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. കാരണം ഞങ്ങൾ കാറ് നമ്മൾ റെൻറ്റിനെടുത്തത്. അപ്പോൾ എയർപോർട്ടിൽ നമുക്ക് കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലെത്തുക ചെയ്തത്. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയതല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം, ക്രിസ്മസ് ട്രീയും അമ്മച്ചി നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും സ്റ്റാറൊക്കെ അമ്മച്ചി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. കുഞ്ഞിക്ക് അമ്മച്ചിയുടെ അടുത്ത് പോകാനായിട്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. കാരണം പരിചയക്കുറവായതുകൊണ്ട് തന്നെ ആൾക്ക് പോകാൻ ഒരു ഇത്തിരി മടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. വീടെത്തി, നമ്മുടെ വീട്ടിലെത്തിയേ. വന്നതല്ലേ കുഞ്ഞു കുഞ്ഞി അങ്ങനെ കാലത്തൊക്കെ ആയതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയി. ഞാൻ മമ്മീനെ കാണണമായിരുന്നു. അപ്പോൾ മമ്മിക്ക് സ്പെഷ്യലായിട്ട് എന്നെ കാണാനല്ല, കുഞ്ഞിനെ കാണാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ മമ്മിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി.
അവിടെ ഇത് തന്നെ അവസ്ഥ. അമ്മച്ചിയുടെ അടുത്ത് പോകണ്ടായില്ല കുഞ്ഞ്. അപ്പോൾ ആ അവസ്ഥ തന്നെയായിരുന്നു അവിടെ. മമ്മിയുടെ അടുത്ത് ആയാലും കരച്ചിലും പിഴിച്ചിലും തന്നെയായിരുന്നു. അധികം നേരം ഇരുന്നൊന്നുമില്ല. ജോബൂട്ടൻ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവിടെ എൻ്റെ മമ്മിയുടെ അടുത്ത് ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി സാധിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് മമ്മിയുടെ അടുത്തേക്ക് ഇവന് വരുമ്പോൾ ഭയങ്കര സന്തോഷം. അമ്മാമ്മ ചേരുന്നില്ല, അമ്മാമ്മോട് കുഞ്ഞി മമ്മിയുടെ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ ചിണിക്ക് തുടങ്ങിയായിരുന്നു, കരച്ചിൽ ആയിരുന്നു. കാരണം ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മമ്മീനെ ഇങ്ങനെ കണ്ടപ്പോൾ ഉള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ മമ്മിയും പപ്പയും മാത്രമാണ്. ബാക്കി എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ഡൽഹിയിലാണുള്ളത്. അവർ വരും മാമോദീസയ്ക്ക്, അവർ വരും കുഞ്ഞിയുടെ മാമോദീസയ്ക്ക്. അവരാണ് കുഞ്ഞിയുടെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് മമ്മീനെ കണ്ട് കുഞ്ഞിനെ കാണിക്കണമായിരുന്നു. ഞങ്ങൾ വന്ന് കുഞ്ഞിനെ കണ്ടു. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം കൂടുതൽ ഇരുന്ന് പോയി. കാരണം മമ്മിയും ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇനിയും യാത്രകളുണ്ട്, അതിൻ്റെ വീഡിയോ പതിയെ ഇടാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ.